ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഷോൾഡറും ആം ഹോളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാൽക്കുലേഷൻ ഞാൻ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഓരോ പരീക്ഷണങ്ങൾ ചെയ്താണല്ലോ എപ്പോഴും നമ്മൾ 10 വർഷം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് ആയിരിക്കില്ലല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 5-6 വർഷം മുമ്പാണ് ആം ഹോളും ഷോൾഡറും കട്ട് ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഒത്തിരി ബിഗിനേഴ്സിന് അറിയണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം ചെസ്റ്റ് അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നെഞ്ചിന് ചുറ്റുമുള്ള ആം ഹോളിന് ചുറ്റുമുള്ള വണ്ണം ചെസ്റ്റിൻ്റെ എടുക്കുമ്പോൾ ഇപ്പോൾ 35 ആണെന്ന് വിചാരിക്കുക ഒരാളുടെ. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് ലൂസ് കൂട്ടി നമുക്ക് 40 കിട്ടും. 40 നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആര് ചോദിച്ചാലും ഈ 40 ചെസ്റ്റ് അളവാണ് നമ്മൾ പറയേണ്ടത്. അത് ലാർജ് സൈസായിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഇതിനെ 4 കൊണ്ട് ഭാഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10. ആ 10 നമ്മുടെ കറക്റ്റ് വണ്ണം. പിന്നെ നമുക്ക് തയ്യൽ തുമ്പൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ചോ 1.5 2 ഇഞ്ച് വരെയും ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി അടുത്തത് അപ്പോൾ അത്ര മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ ഷോൾഡറിൻ്റെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷോൾഡറിനെ ഈ 40 കൊണ്ട് ഇനി എല്ലാം ഈ 40 കൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 40നെ നമ്മൾ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഷോൾഡറും ആം ഹോളുമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 6.6 അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്കോ അല്ലെങ്കിൽ വണ്ണമുള്ളവർക്കോ മെലിഞ്ഞവർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 3 ഇഞ്ചായിരിക്കും എടുക്കുന്നത്. ബാക്കി 3.5 ഷോൾഡറിന് നമുക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 6.6 നമ്മളിവിടെ എടുത്തു. അപ്പോൾ നമ്മളൊരു 6.5 മാർക്ക് ചെയ്താലും മതി. ഇവിടെ ഞാനും 6.5 കറക്റ്റ് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. ഇനി ആം ഹോളും ഇതേ സെയിം തന്നെ നമുക്കെടുക്കാം. പിന്നെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നെങ്കിൽ ഇത് നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് നെക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് അറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് പുതിയതായിട്ട് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആം ഹോളും നമ്മളിവിടെ 6.5 തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ 6.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 40യെ 4 കൊണ്ട് ഭാഗിച്ച് നമുക്ക് കിട്ടിയത് 10 ഇഞ്ച് അല്ലേ നമ്മുടെ ചെസ്റ്റ് അളവ്. ആ ചെസ്റ്റ് അളവ് 10 ഇഞ്ച് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 5 ഇഞ്ച് ലൂസ് കൂട്ടിയാണ് നമ്മൾ ആ 40 എടുത്തത്. അതിനെ 4 കൊണ്ട് ഭാഗിച്ചാണ് 10 കിട്ടിയത്. ഇനി 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കേർവ് അതൊരു ഡൗട്ട് ഉണ്ടാവും. എത്ര കേർവ് നിങ്ങൾ എടുക്കണം, 2 ഇഞ്ച് എടുക്കണോ 1 ഇഞ്ച് എടുക്കണോ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 40 ഡിവൈഡഡ് ബൈ 24 കണ്ടോ. നമുക്കിവിടെ കറക്റ്റ് 1.6 കിട്ടിയിട്ടുണ്ട്. ആ 1.6 നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒന്നും പേടിക്കണ്ട, അതങ്ങ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ 10 ഇഞ്ചിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ 10 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുക. ഇനി അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് നമ്മളെടുത്തത്. തയ്യൽ തുമ്പ് ഇടാൻ ഓർക്കണം, അത് വിട്ടു പോകരുത് കേട്ടോ. 40 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഹാഫ് എടുക്കുക. ആം ഹോളിൻ്റെ കറക്റ്റ് ഹാഫ് എടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങനെ ചിലർ അകത്തേക്ക് വളച്ചിങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും മാർക്ക് ചെയ്യാറില്ല. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയുള്ളതാണ് ഇഷ്ടം. അധികം ചുളിവൊന്നും നമുക്ക് വരാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് കുഴിച്ചിങ്ങനെ മാർക്ക് ചെയ്തു. കണ്ടോ, മിഡിൽ പോയിന്റിൽ നിന്ന് വേണം നമ്മളിതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നമ്മൾ 1/2 ഇഞ്ച് ഇറക്കി ഫ്രണ്ട് സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ ഫിറ്റ് നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ 40/4.6 നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 8.5 കിട്ടിയിരിക്കുന്നത്. ആ 8.5 ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആം ഹോൾ കറക്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ ബാക്ക് സൈഡിൻ്റേത് കണ്ടോ കറക്റ്റ് നമുക്ക് 8.5 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആൾക്ക് ചെയ്തിരിക്കുന്നത് കൃത്യം തന്നെയാണെന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ബാക്കി താഴേക്കും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്, ജസ്റ്റ് കാണിക്കുകയാണ്. ഷേപ്പ് ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം 8.5. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി നമ്മൾ 10.5 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കൂട്ടിമുട്ടിക്കാം. എന്നിട്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് വണ്ണം വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം.
ഇതേപോലെ കട്ട് ചെയ്തു. ഇനി ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് സൈഡിൻ്റെയാണ്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. അബദ്ധം പറ്റി മറ്റേ ഫ്രണ്ട് സൈഡിൻ്റെ കട്ട് ചെയ്ത് പോകരുത്. ഇതേപോലെ കട്ട് ചെയ്തു. മിഡിൽ പോയിൻ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തേക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡ് മാറ്റിയിടണം. എന്നിട്ട് വേണം ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തുകൂടെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. കാരണം ഫ്രണ്ട് സൈഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും തമ്മിൽ നമ്മൾ അറിയാതെ മാറിപ്പോകും. പ്ലെയിൻ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പരസ്പരം മാറിപ്പോകും ഏത് തുണിയാണെന്ന്. അപ്പം ചിലപ്പോൾ നമ്മൾ ഇതേലായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്, പക്ഷേ ഈ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നത് മറ്റേ തുണിയിലാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ആം ഹോള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇതേപോലെയാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ എടുക്കാനൊന്നും പറ്റത്തില്ല, പിടുത്തം വരും. അതേസമയം ഫ്രണ്ട് സൈഡ് കുഴിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. പിന്നെ ഇനി പറയാനുള്ളത്, ഫ്രണ്ട് നെക്ക് ഞാൻ എടുക്കുന്നത് ഒരു 5 മുതൽ 6 ഇഞ്ച് വരെ നമുക്ക് ഫ്രണ്ടിൽ ഇറക്കം കൊടുക്കാം. ബാക്ക് സൈഡ് ഇറക്കം 4.5 ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ആണ് ഒരു നോർമലായിട്ട് എല്ലാവരും തയ്ക്കാറുള്ളത്. ആ ഒരു അളവിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കേട്ടോ. അതല്ലാതെ ബാക്ക് സൈഡ് നെക്ക് 1 ഇഞ്ചൊക്കെ ഇറക്കിയിട്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷോൾഡറിന് വേരിയേഷൻസ് ഉണ്ടാവും, ഷോൾഡർ കുറഞ്ഞു പോകാനൊക്കെ ഇടവരും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഞാൻ പിന്നീട് വീഡിയോ ഇടാം. അപ്പോൾ കോളറിനും അതുപോലെ സ്ലീവ്ലെസ്സിനും ഒക്കെ കട്ടിങ് കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും. ഇതേപോലെയല്ല, ബാക്ക് നെക്ക് ഇറക്കം അനുസരിച്ചും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നെക്ക് ഞാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 6ഉം ബാക്ക് നെക്ക് 4.5. ഫ്രണ്ട് നെക്ക് ഒരു 5 മുതൽ 6 വരെയും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ മിക്കവർക്കും എനിക്ക് പറ്റുന്ന പോലെ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് കയറി നോക്കുക. അത് വെച്ചിട്ട് ഒരുപാട് പേര് കുർത്തിയും നൈറ്റിയും ഒക്കെ തയ്ച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി നല്ല ഭംഗിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ ചെയ്ത് കാണുന്നതിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.